ലൈഫ് സ്റ്റൈൽ കണക്ഷൻ കൊണ്ട് പറ്റാതെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേസിയെ സംബന്ധിച്ച് വരേണ്ട കാര്യമില്ല. പേഷ്യൻ്റ് വെയിറ്റ് ചെയ്യാൻ റെഡിയാണേല്. പക്ഷേ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നാൽ അന്നേരം നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് മാത്രം മൂത്രം പോകാൻ പറ്റില്ല, അതിന് സമയമെടുക്കും. അന്നേരം നമ്മൾ പ്രോസ്റ്റേറ്റിൽ യൂറിത്രയിൽ കൂടി ഒരു ട്യൂബ് ഇട്ട് മൂത്രം ക്ലിയർ ചെയ്യണം, മൂത്ര തടസ്സം മാറ്റി കൊടുക്കണം. ആ സമയത്ത് ഈ ട്രാൻസ്വേഴ്സിനും ഞാൻ ഈ നേരത്തെ പറഞ്ഞ മരുന്നുകളൊക്കെ ആ സ്റ്റേജിൽ ഉപകരിക്കും. അപ്പം ആ സ്റ്റേജ് അക്യൂട്ട് കണ്ടീഷനിൽ നിന്ന് പേഷ്യന്റിനെ പുറത്ത് കൊണ്ടുവന്ന് കൂടി വന്ന 1-2 ആഴ്ചയ്ക്കുള്ളിൽ ട്യൂബ് മാറ്റാൻ പറ്റും യൂറിന്. അതിനോടൊപ്പം തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, അതായത് മൂത്ര തടസ്സമായി മൂത്രം പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് നമ്മൾ ട്യൂബ് ഇടുക എന്നുള്ളതാണ്. അതിൽ തന്നെ പുറത്തേക്ക് കിടക്കുന്ന ട്യൂബ് അല്ലാതെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇന്റേണൽ ആയിട്ട് ഇടാവുന്ന ട്യൂബുകളും വരുന്നുണ്ട്. പക്ഷെ അത് അത്ര അത് വേറെ ചില കണ്ടീഷനിലൊക്കെയാണ് അത് കൂടുതൽ എഫക്റ്റ്. നമ്മൾ യൂഷ്വലി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോളിസ് കത്തീറ്റർ എന്ന് പറഞ്ഞൊരു കത്തീറ്റർ ഇടും, യൂറിനറി കത്തീറ്റർ. അതിട്ട് മൂത്ര തടസ്സം മാറ്റി കൊടുക്കുക, പേഷ്യൻ്റ് ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. അത് പക്ഷെ ഞാൻ ആ സ്റ്റേജൊക്കെ അതായത് അതിപ്പം ഞാനായിട്ട് നമ്മുടെ ഒരു ക്ലിനിക്കിലോ നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് തടസ്സത്തിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യുകയില്ല. അപ്പം ചെയ്യുന്നില്ല, നമ്മളല്ലാതെ സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻ്റ്. അപ്പോൾ ഏതെങ്കിലും പേഷ്യൻ്റ് ഇങ്ങനെ ഒരു മൂത്രതടസ്സം വന്നാൽ അവർ ഇമ്മീഡിയറ്റ്ലി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ച് തടസ്സം മാറ്റുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ മിക്കവാറും അവർ അവിടെ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഒക്കെ മിക്കവാറും എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, അത് കഴിയുമ്പോൾ അവരൊരു സ്കാനിങ് നോക്കി പ്രോസ്റ്റേറ്റിൽ പ്രോബ്ലം ഉണ്ട്, ബയോപ്സി വേണമെന്ന് പറയും. അപ്പം ബയോപ്സി വേണമെന്ന് പറയുന്നവരാണ് മിക്കവാറും എൻ്റെ അടുത്തേക്ക് വരുന്നത് ആ ഒരു സ്റ്റേജിൽ. അപ്പം പ്രോസ്റ്റേറ്റിന് ഒരു തടസ്സം വന്നല്ലോ, മൊത്തം ബ്ലോക്ക് വന്നു. അപ്പം ഇനി അടുത്ത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നോക്കണം. ചിലപ്പോൾ മിക്കവാറും അവരുടെ PSA കൂടുതലായിരിക്കും. അപ്പം ക്യാൻസർ ഉണ്ടോ എന്ന് അറിയണം, ബയോപ്സി വേണമെന്ന് അറിയണം. അപ്പം ഈ പേഷ്യൻസ് ആയിരിക്കും യൂഷ്വലി എൻ്റെ അടുത്തേക്ക് വരുന്നത്. അത് ചിലരുണ്ട് ട്യൂബ് ഇട്ടുകൊണ്ട് തന്നെ വരുന്നവരുണ്ട്. ചിലർ മൂത്ര തടസ്സത്തിലേക്കൊക്കെ എത്തുന്ന വളരെ ചുരുങ്ങിയ പേരിലാണ്. മിക്കവാറും പേർക്ക് മൂത്ര സംബന്ധമായിട്ടുള്ള ഈ പ്രോബ്ലം വരും. ഈ ടാൻസിലോസിനോ അല്ലെങ്കിൽ ടാൻസിലോസിൻ പ്ലസ് ടെട്രസ്റ്റോയിഡ് പോലെയുള്ള മരുന്ന് കഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അതിൻ്റെ ഓപ്ഷൻസ് എന്താണ്, അല്ലെങ്കിൽ അവർക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറയുമ്പോൾ അവർ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ച് വരുന്നവരായിരിക്കും കൂടുതൽ വരുന്നത്. അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ തുടങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു അവിടെ ഫസ്റ്റ് സിംറ്റമാറ്റിക് റിലീഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ മരുന്നുണ്ടോ അതെല്ലാം കുറച്ചുകൊണ്ട് വരും. അത് ഒപ്പം മിക്കവാറും ഒരു 3 months ആകുമ്പം ഒരു പ്രോസ്റ്റേറ്റിന്റെ ഗ്രേഡ് 3 ആണെങ്കിൽ അത് 1ലേക്ക്, എത്രയാണെങ്കിൽ 2ലേക്ക് എന്തായാലും കുറഞ്ഞിട്ടുണ്ടാകും. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.